മോൻ ഉറങ്ങിയില്ലേ? അമ്മയില്ലാത്തോണ്ട് ഒരു സുഖമില്ല. അമ്മയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ് അല്ലടാ. മോൻ ഉറങ്ങി എണിക്കുമ്പോഴേക്കും അമ്മ വരും. അന്ന് അച്ഛനൊരു കഥ പറഞ്ഞതായോ? അതിന് അച്ഛന് കഥ പറയാൻ അറിയില്ലല്ലോ. അതെന്താ അച്ഛന്റെ വിരലിൽ ഒരു പാട്? അതൊന്ന് ഇലക്ഷൻ അല്ലേ, അപ്പൊ വോട്ട് ചെയ്യാൻ പോയി പോന്നതാ. അതെന്തിട്ട് വോട്ട്? വോട്ടോ? അത് മോന്റെ സ്കൂളിലത്തെ ടീച്ചർമാരെ നല്ല ലീഡേഴ്സിനെ സെലക്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മുടെ നാട്ടിൽ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യണതിനാണ് വോട്ട് ചെയ്യുന്ന പറയാം. അപ്പൊ അച്ഛൻ ആർക്കാ വോട്ട് ചെയ്തത്? അച്ഛൻ വോട്ട് ചെയ്തോ? മോനോട് ഇരിക്കാനും ഇതിനെല്ലാത്തിനും കാരണമായത് അവരാ. അതാരാ അച്ഛ? അതോ, ഒരു 5 minutes ലേറ്റ്. സോറി കുറച്ച് ലേറ്റ് ആയി പോയി. അതെ അതെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. നല്ല വിശപ്പ് ചേട്ടാ. എനിക്കൊന്നും വേണ്ട, കോഫി കുടിച്ച് വയറ് പൊട്ടാറായി. ഇന്നലെ വല്ലതും പറഞ്ഞ ഓർമ്മ ഉണ്ടോ നിനക്ക്? നമ്മുടെ കാര്യം വീട്ടിൽ പറയണ കേസല്ലേ, അതൊക്കെ സെറ്റാക്കാം. അങ്ങനെ വെറുതെ പറഞ്ഞാലൊന്നും അവർ ഇംപ്രസ് ആവാൻ പോകുന്നില്ല. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? IT പ്രൊഫഷണൽ നിർത്തി ഫ്രണ്ട്സിന്റെ കൂടെ ബിസിനസ് തുടങ്ങാൻ പോവാന്നോ? വേറെ എന്താ നിന്റെ അടുത്ത് പറയാൻ? അതാ നിന്നോട് ചോദിച്ച് അച്ഛനെ ഇംപ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നല്ല പ്ലാൻ ഉണ്ടോ? ഇനി ഒരു കാര്യം ചെയ്യ്, നീ ഇനി പ്ലാൻ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി തരാം. ഓക്കെ? ഓ ആയിക്കോട്ടെ. ഇതൊന്ന് കേട്ടോക്ക്. നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. എന്ത്? വെറ്റക്കുളം പതിൽ പ്രോട്ടീൻ കഴിഞ്ഞല്ലോ. നീ ജിമ്മിൽ ചോളി ഉണ്ടായിരുന്നില്ല, ഫുൾ മൂഡ് ഓഫ് ആണല്ല. എന്തുപറ്റി? എന്താ കാര്യം? ഓരോരോ വള്ളികളെ ആളുകളൊന്നും പോയി നക്കിയെടുക്കാം. എന്തുപറ്റി? അവള് വീണ്ടും കല്യാണക്കാര്യം സംസാരിച്ചാ? അതിനെ പറ്റി സംസാരിക്കുന്ന തന്നെ പോയേ, പക്ഷെ ചെറിയൊരു ടെസ്റ്റ്. വിനീതോടെ പോയി. നീ എന്ത് തേങ്ങ കാണിക്കണേ? ഒരു 10 വർഷം പിന്നെ കുറവുണ്ട്. ഓരോരോ തോന്നിയ അസുഖം കാണിച്ചു കൂട്ടണല്ലോ.
നീ കാര്യം പറ. നീ ആദ്യം അവിടെ നിന്ന് ഇരുന്നേ. പറ. ഇനി ഒരു കാര്യം ചെയ്യ്, നീ ഇനി പ്ലാൻ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, ഇതൊന്ന് കേട്ടോക്ക്. ഇത് തേഞ്ഞത് ഇത് അച്ഛൻ ചെയ്തൊരു കോമ്പസിഷനാണ്. ഇത് വെച്ച് ഞാൻ എങ്ങനെ നിന്റെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യാനാ? പറയാം. അച്ഛൻ കുറേ ദിവസമായി ഇതിൻ്റെ പിന്നാലെ നടക്കണം. അച്ഛൻ്റെ എല്ലാ ശിഷ്യന്മാരെ കൊണ്ട് നോക്കിയിട്ടും ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. അതിന് അപ്പം നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. സൂപ്പറായി. ഇവിടെ മനുഷ്യന്മാരേക്ക് സംസാരിക്കാൻ അറിയില്ല, അതിനിടയിലാണ് ഈ ശ്വാസം പിടിച്ച് പാടുന്ന സാധനം. നീ ഒന്ന് പോയി ഉള്ള ഓരോ എന്താടാ എടാ, ഞാൻ തമാശ പറഞ്ഞതല്ലടാ. അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ഇതിലും നല്ല ചാൻസ് എനിക്ക് കിട്ടാൻ പോണില്ല. നീ നടക്കണ കാര്യമല്ലേ പറഞ്ഞേ? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛൻ കൊണ്ടുവരുന്ന എല്ലാ ആലോചനകളും ബാക്ക്ഗ്രൗണ്ട് സംഗീതം. അത് വെച്ച് നോക്കുമ്പോൾ നീ പാടുന്നത് അച്ഛന് ഇഷ്ടപ്പെട്ടാൽ ബാക്കി പിന്നെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്കൂട്ട് പറ്റും. അയ്യോ, സാധനം കേൾപ്പിക്ക്. നീ ഒന്ന് പോയി അവിടെ നിന്ന്. അവൻ്റെ ഒരു തൊലി. ഇല്ല, നോക്കട്ടെ, സാധനം നീ കേൾപ്പിക്കും. നീ ഇത് പാടണ്. നിന്റെ സ്കൂളിലെ കുറ്റപ്പേർ ഓർമ്മയുണ്ടല്ല. ഇത് പാടണക്കാ നീ ഉമ്മയാന്ന് പറഞ്ഞോ? പൂവല്ലടാ, പൂവല്ലേ? ഹലോ. ആ, എന്തായി? ട്രൈ ചെയ്തോ? എന്റെ പൊന്നു ഗൗരി, നീ അത് വിട്ടില്ലേ? എന്നെ കൊണ്ട് പറ്റില്ലത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്റെ ചക്കരയല്ല. പറ്റിയില്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇനി എങ്ങാനും സെറ്റായാ നമുക്കൊരു ടെൻഷനും വേണ്ടാലോ. പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോക്കട്ടെ. മതി മതി, അത് കേട്ടാ മതി. ഇനി നിനക്ക് വേണമെങ്കിൽ ഞാനത് എഴുതി അയച്ചുതരാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. ശരി, നോക്കട്ടെ. ഓക്കെ. ഇത്ര സീനായിരുന്നാ? ആടാ കൂപ്പ് നോക്കിട്ടെ, നീ ലൈറ്റ് ഇട്ടെ. സാധനം എടുത്തേ. എന്നാ കേക്ക്. പണിക്കുന്നുണ്ട്. അത് കുടിച്ചേ. കുടിക്ക് കുടിക്ക് കുടിക്ക്. ചാവപ്പത്. ഇവനതെന്ത് പറ്റി? ഇതെന്തിനാ അവന്തിനൊക്കെ അറിയണ വണ്ടി വന്നെല്ലാം വേണം. ഒക്കെ ഇതിന് പറ്റും. എങ്ങനെയുണ്ട്? നീ പറഞ്ഞ ശരിയാടാ, നിന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലേ വേണ്ട, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. വി കൻ ഡു ഇറ്റ്. എന്റെ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ? അത് വേണോ? അരുണേ,
പിന്നെ ആ ശരി, നീ ഞാൻ എഴുതി അയച്ചെന്ന പോലെ ഒന്ന് പാടി നോക്കൂ. അത് തന്നെ ഞാൻ നോക്കി പാടണേ. നീ ഇങ്ങനെ ഒന്ന് പാടി നോക്ക്. ആ, ആ, അങ്ങനെയല്ല. ആ, ആഹാ, മാടമ്പിളിയിലെ മനോരോഗ്യം വന്നല്ല. ആ, ഞാൻ പൊക്കോണ്ട്. അല്ലെ, ഞാൻ കാർ എടുക്കാണേ, നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കും. എന്താ നിന്റെ ബയോഡാറ്റ ഒന്നും തരണ്ട. എന്തിനാ, ലൈസൻസിന്റെ കാര്യത്തിനാണോ? ഇല്ലടാ, സ്റ്റാർ സിംഗറിലേ അടുത്ത ഓഡീഷൻ കൊടുക്കാനാ. ഇവന്റെ അയച്ചു കൊടുത്താൽ എന്തായാലും ഇവന് കിട്ടും. സംശയമുണ്ടാ? നീ കാര്യം ചെയ്ത് നീ ആ കുളത്തിലേക്ക് കേട്ടോ. അതാവുമ്പോ പോത്തിനൊരു കൂട്ടോ രണ്ടാൾക്ക് ഒരുമിച്ച് സാധവും ചെയ്യാം. അതെ. രണ്ടുപേർക്ക് പെണ്ണ് കിട്ടണ്ട പൊണ്ടവരെ മുടിഞ്ഞു പോണ ഒരാൾക്ക് ഗതികേട് വരില്ലേ ഈശ്വരാ. എടാ, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ടടാ, സാരില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ചേട്ടാ പാട്ട് നോക്കും. അച്ഛാ ദേ അങ്ങനെ നിന്റെ അമ്മി ഞാനൊന്നായി, നീയായി, കാര്യങ്ങൾ ഇവിടെ വരികയായി.
ആ അങ്ങനെ 10 വർഷം വീണ്ടും വരും. ഒക്കെ ഇതിന് ശരിയാകും.